ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരത്തെ അരിയൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് വെക്കാനൊക്കെ മറന്നു പോയവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, അതായത് അരി അരച്ചുടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോ പോയിട്ട് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമ്മൾ മിക്കവാറും എല്ലാവരുടെയും ഒരു പ്രശ്നമായിരിക്കും, നമ്മൾ അരി ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ നമ്മൾ നേരത്തെ ഇട്ട് വെക്കാൻ അങ്ങ് മറന്നു പോകും. അപ്പം പിറ്റേന്നത്തെ കാര്യം അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി ഇട്ട് വെക്കാനും അങ്ങ് മറന്നു പോകും. എനിക്ക് സ്ഥിരമായിട്ടുള്ള ജോലിയാണ് കേട്ടോ. അപ്പം എൻ്റെ ആ ഒരു പ്രശ്നത്തിന് നല്ലൊരു പരിഹാരമായിട്ടാണ് ഞാനൊരു ഈ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതെനിക്ക് നല്ലൊരു ഉപകാരമാണ്. അപ്പം കാരണം നമ്മൾ രാത്രിയിലൊക്കെ ആയിരിക്കും മിക്കവാറും അരി ഇടുന്ന കാര്യം ഓർക്കുന്നത്. അപ്പം രാത്രി ഇട്ട് വെക്കും. രാത്രി ഇട്ട് വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് അന്നേരം തന്നെ അരച്ചിട്ട് അന്നേരം തന്നെ ഉണ്ടാക്കുകയും ചെയ്യാവുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 കപ്പ് പച്ചരിയാണ് കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രാവിലെ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിനകത്തേക്ക് ഒരു പാത്രം ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ ആ ചോറ്. അതുപോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമുക്ക് അത്യാവശ്യമില്ല, പക്ഷേ ചോറ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ചോറ് ഒഴിവാക്കരുത്. ചോറ് എന്തായാലും ചേർത്തിട്ട് വേണം അരയ്ക്കുക, എന്നാലേ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് അപ്പത്തിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നല്ലോണം ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളം നമ്മൾ സാധാരണ അപ്പത്തിന് അരയ്ക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ മാവ് നല്ലതുപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസ്നെസ് വേണം. നമുക്കൊരു കട്ടി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമ്മുടെ സാധാ അപ്പം ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു പരുവല്ല, കുറച്ചൊരു മാവിനൊരു ലൂസ് വേണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട, സോഡാപ്പൊടിയും അങ്ങനെ ഒന്നും ചേർക്കണ്ട. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതേ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടാകുമ്പോൾ എണ്ണ തൂത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. പാനിൻ്റെ സൈഡിലും എല്ലാം നല്ലതുപോലെ ഒന്ന് എണ്ണ ഊത്ത് കൊടുക്കുക. എന്നിട്ട് മാവ് നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമുക്ക് നീർദോശ ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതൊരു നീർദോശയുടെ ആ ഒരു പരുവല്ല കേട്ടോ. അത്രയും അങ്ങ് മാവ് ലൂസൊന്നും ആക്കണ്ട, കുറച്ചൊരു തിക്നെസ് വേണം മാവിന്. ഒരുപാട് അങ്ങ് നീർദോശയുടെ ആ ഒരു പരുവത്തിലൊന്നും ലൂസാക്കിയിട്ടെടുക്കണ്ട. അതേ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തവയൊന്ന് ചുറ്റിച്ച് എല്ലാ സൈഡിലേക്ക് മാവാക്കി കൊടുക്കുക. ഇനി നമുക്ക് അതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കാം കേട്ടോ. ആ തവയ്ക്ക് അളവുള്ള ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി നോക്കുമ്പോൾ അപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. തിരിച്ചിടാനും ഒന്നും നിൽക്കണ്ട, നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തവയിൽ നിന്ന് വിട്ടും കിട്ടുന്നുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനൊന്ന് മടക്കി എടുക്കുക കേട്ടോ. രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് വേണം ഇതിൽ നിന്ന് എടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഒരുപാട് നേരം വേവാനും ഒന്നും കാത്തിരിക്കേണ്ട, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇതുപോലെ തന്നെ മുഴുവൻ അപ്പം ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ടെൻഷൻ അടിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, നമ്മൾ അരി അരച്ചുടനെ ഉണ്ടാക്കിയാൽ ഒരു സോഫ്റ്റ് ആയിരിക്കുമോ, കട്ടിയായിരിക്കത്തില്ലേ എന്നൊക്കെയുള്ള ഒരു സംശയം കാണും. പക്ഷേ അതൊന്നും ആ ഒരു സംശയം വേണ്ട. അതായത് നല്ല പേപ്പർ പോലെയാണ് ഇരിക്കുന്നത്. കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അത് കറി ഇല്ലാതെ പച്ചക്കായാലും നല്ലതുപോലെ നമുക്ക് പെട്ടെന്ന് കഴിക്കാം. അത്രയും സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിപ്പോൾ ദാൽക്കറിയാണ് എൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ ദാൽക്കറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും വേണ്ടോയെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.